ഹലോ, വെൽക്കം ടു അവർ ചാനൽ വാണ്ടേഴ്സ് കപ്പിൾസ്. നമ്മൾ ഐഷുമാർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോകണം. ഞാനും ഞമ്മക്കൊട്ടനും കൂടെ നാളെ ബർത്ത്ഡേ ആയിട്ട് ഐഷുമ്മ ഞെട്ടുന്നൊരു സർപ്രൈസ്. ഞാൻ പറഞ്ഞു ബാ ട്രിവാൻഡ്രം പോവാം. ഞാൻ പറഞ്ഞു നേരെ ഇതുവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ലെന്ന് പറഞ്ഞു കരച്ചിലായിരുന്നു. ടിക്കറ്റ് എടുത്ത് പോകുന്നു നേരെ ബാംഗ്ലൂർ അല്ലേ. ബർത്ത്ഡേ ആയിട്ടൊരു ഞെട്ടിക്കുന്ന സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ച് കൊടുക്കാം അല്ലേ. ഇനി പോവും കൊടുക്കണ്ടേ, ഉമ്മച്ചിക്ക് സർപ്രൈസ് കൊടുക്കണ്ടേ. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ വാലന്റൈൻ കപ്പിൾസ്. ഗൈസ്, ഇന്ന് നാച്ചീനെ ഒരു സ്ഥലത്ത് തട്ടിക്കൊണ്ടു പോവുകയാണ്. നാളെ ബർത്ത്ഡേ ആയിട്ട് നമ്മളൊരു സർപ്രൈസ് ഓതുമ്പോ പാട്ടടിക്കും. ഗൈസ്, നാളെ എന്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരും എന്നെ വിഷ് ചെയ്യണം. ഞാൻ തന്നെ പറഞ്ഞ എല്ലാരും എന്നെ സ്റ്റാറ്റസ് എല്ലാരും എന്നെ വിഷ് ചെയ്യണം. ചുമ്മാ ഗൈസ്, അങ്ങനെയൊന്നുമില്ല അല്ലേ. എന്താണെന്ന് അറിഞ്ഞൂടാ. എൻ്റെ അടുത്ത് ഒരുങ്ങാൻ പറഞ്ഞു. ഒരുങ്ങി ഇറങ്ങി ഇപ്പൊ വീട്ടിലോട്ട് പോണു. മോളെ കൊണ്ടുപോകാൻ പറ്റൂല. എന്തെന്ന് പറഞ്ഞ എന്താ പറഞ്ഞ എത്ര ദൂരം, എവിടെ മോളെ കൊണ്ട് അപ്പോഴേ പറയുന്നു മോളെ കൊണ്ടുപോകാൻ പറ്റൂല, മോളെ വീട്ടിലാക്കിയിട്ട് ഇങ്ങ് വരാന്ന്. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോകണം മോളെ വീട്ടിലാക്കാൻ. അവിടെ ഉമ്മച്ചിയും ഇല്ല. ഉമ്മച്ചിക്ക് ഇന്ന് ഒരു പരിപാടിയുണ്ട്. അപ്പം അതുകൊണ്ട് മോളെ ഇവിടെ ആക്കിയിട്ട് പോവുകയാണ് ഗൈസ്. വീടെത്തി ഗൈസ്. ഓക്കെ, അപ്പം മോളെ ആക്കിയിട്ട് വരാം. ബൈ ഗൈസ്. നമ്മളങ്ങനെ നെബുവിനെ ഇറക്കിയിട്ട് പോവുകയാണ്. തൂത്തുക്കുടിയാ? അതെവിടെ? സത്യമായിട്ട് കഴിഞ്ഞതിനൊക്കെ എനിക്ക് ചെറിയ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ അല്ലേ. ആ ഓക്കെ, പറഞ്ഞോണ്ട് നിന്നത് തൂത്തുക്കുടി കഴിഞ്ഞതിന് ചെറിയ ക്ലൂ എങ്കിലും കിട്ടി. കിട്ടിയില്ലെന്നാണ് പറയുന്നത്. ഇനി അറിഞ്ഞൂടാ. കിട്ടിയില്ല ഗൈസ്. എന്തോ ചോദിച്ചപ്പോൾ നാഗവല്ലനായി ഒന്ന് ചോദിച്ചു. ഇല്ല, എക്സ്ട്രാ അവര് വന്ന് പയ്യനായിട്ട് കമ്പനി ആയിരുന്നു, അറിയാവുന്നതായിരുന്നു. ഓട്ടം പോയ പയ്യനെ അവര് അങ്ങനെ കോള് കഴിഞ്ഞു. ഇനി പറഞ്ഞു നീയല്ലേ പറയാനുള്ള നിന്റെ ബർത്ത്ഡേ സർപ്രൈസ് ആവുമെന്ന് നോക്കാം. ചെറിയ സർപ്രൈസ്, ചെറിയൊരു ഗിഫ്റ്റ്. ഞാൻ നാജിക്ക് സർപ്രൈസ് കൊടുത്തത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എനിക്ക് അറിയാം എന്തെങ്കിലും ഒരു ബർത്ത്ഡേ അല്ല കേക്കും. കേക്ക് ബർത്ത്ഡേ എന്ന് പറയണ കേക്ക് ഗിഫ്റ്റ് അങ്ങനെ അല്ലേ? അല്ല, ഇത് വെറൈറ്റി. വേറെ ആണോ? എന്തായാലും കുഴപ്പമില്ല. എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. കാര്യം എവിടെയാണ് പോണേന്ന് പോലും എനിക്കറിയില്ല. ഞാച്ചിയെ ഞാൻ കൊണ്ടുപോയപ്പം ട്രിവാൻഡ്രത്ത് ശംഖുമുഖത്ത് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇത് ഞാച്ചി എന്നെ എവിടെയാണ് കൊണ്ടുപോണതെന്ന് പോലും പറഞ്ഞിട്ടില്ല. ചെറിയൊരു ഇതെങ്കിലും കൂടെ ഹിന്റ് ഇപ്പൊ എത്തും. അപ്പൊ വർക്കല്ലേ 3 മണിക്കൂറോ? ഇതൊക്കെ വെറുപ്പുളുവാണ് ഗൈസ്, വെറുപ്പുളു. 3 മണിക്കൂർ വേണം. 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് നമ്മളെവിടെ പോണ? ഊട്ടിയില്ല. 3 മണിക്കൂർ ട്രിവാൻഡ്രത്താ. അപ്പൊ അതിൽ നിന്നും കഴിഞ്ഞു പോണോ? തമിഴ്നാട്ടിലാ? ഇന്ത്യ വിട്ട് പോണായിരിക്കും ഗൈസ്. എവിടെയായിരിക്കും?
എനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് മനസ്സിലായല്ലോ. എന്നാലും തൊട്ട് രാത്രി തൊട്ട് കൊണ്ടുപോകും, ആരെങ്കിലും കൂടെ കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ അതുള്ള കാര്യമാണ് ഗൈസ്. നെബുവിനെ കൊണ്ടുപോകാൻ പറ്റൂലെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞ് വേണ്ട, നെബുവിനെ കൊണ്ടുപോകണം, നമുക്ക് ആരെങ്കിലും കൊണ്ടുപോവാം, അപ്പൊ മാറി മാറിയൊക്കെ എടുക്കാമല്ലോ മോളെ കൊണ്ട്. അത് പറഞ്ഞപ്പോ നാച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയല്ല, കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലമെന്ന് പറയുന്നു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നെബുവിനെ കൊണ്ടുപോകും. ഞാച്ചി പറയുന്നത് കൊണ്ടുപോകാൻ പറ്റൂല, കൊച്ചിനെ ഇത്രയും ദൂരം കൊണ്ടുപോകണ്ടത്. അപ്പൊ ഞാൻ വിചാരിച്ച് നൈറ്റ് ആയോണ്ട് പറയുന്നതായിരിക്കും. അപ്പൊ നോക്കിയപ്പം ഉച്ചക്ക് പോണോന്ന് പറയുന്നത്. എന്താണ് പ്ലാൻ എന്ന് അറിഞ്ഞൂടാ. 12 മണിക്കാ? 12 മണിക്ക് വീട്ടിലല്ലേ? അങ്ങോട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇനി ബാക്കി വിശേഷം അങ്ങോട്ട് പോയിട്ട് എടുക്കാം. അല്ലേ? ഓക്കെ ആണോ? അല്ല, ഇപ്പൊ അവള് എന്നെ കാണാൻ കരയും ഇല്ലേ? അങ്ങനെയല്ല, അവള് കുറച്ച് കഴിയുമ്പോ എന്നെ തിരക്കും. 2 ദിവസം കഴിഞ്ഞിട്ടേ വരൂ. പിന്നെ നെബു ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് ടൂറൊക്കെ പോയിട്ട് വന്നാൽ മതിയായിരുന്നു. നെബു ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മള് നേരത്തെ എത്തുമായിരിക്കും അല്ലേ? എന്തായാലും ഗൈസ്, ഞാനും അല്ല, ഞാൻ എക്സൈറ്റ്മെന്റിലല്ലേ ഗൈസ്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം, പറയാം, പോകാം. ഓക്കേ ഗൈസ്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ ആലോചിച്ചുകൊണ്ട് കിടക്കുന്നതാണ്. എനിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ല, എന്നിട്ട് ആലോചിച്ചുകൊണ്ട് കിടക്കുന്നതാണ്. എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത ആള് എവിടെയാണ് പോണത്, എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് കിടക്കുന്നത്. നമ്മൾ എവിടെയാണ് പോണെന്ന് അറിയാമോ? ഓ ബൈത്തമാരി. എങ്ങനെ കണ്ടുപിടിച്ചോ? ഞാനിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും കൊച്ചു പറഞ്ഞ് ഷിറ്റ് ഇങ്ങനെ പറഞ്ഞു വെച്ച്. ഷിറ്റ് എന്ന് പറഞ്ഞോ? പിന്നെ കൊച്ചിനെ കൊണ്ടുവരാത്തത് ചിന്തീര്. കൊച്ചിനെ കൊണ്ടുവരുന്ന അവിടെയാണെങ്കിൽ കൊച്ചിനെ കൊണ്ടുവരില്ലേ? ആരുടെ ഇതാണോ നിനക്ക്? എനിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഏത് കോള് വന്നാലും ഞാൻ നോക്കുന്ന സ്ഥലങ്ങളെല്ലാം നോക്കി വെക്കുകയാണ്. എന്റെ ഫോൺ 2 ദിവസം കൊണ്ട് എടുക്കാനേ നോക്കുന്നത്, പക്ഷെ കൊടുക്കുന്നില്ല ഗൈസ്. അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ ഡാച്ചി അമ്മ കോവൈത്തമാരെ കയറിയാലോ എന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ അങ്ങോട്ട് നോക്കിട്ട് ഷിറ്റ് ഇങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ച അവിടെ തന്നെ. ഇതൊക്കെ അഭിനയമല്ലേ സൂറ? അടുത്ത ക്ലൂ ശരി. ഇതെന്തേനാച്ചി വണ്ടി ഇപ്പൊ സമയം എത്ര പോയി? ട്രാവൽ ചെയ്യുന്നതിന് നമ്മളെ സമയം മൊത്തം പോയി. അതുകൊണ്ട് എവിടെയാണെന്ന് വെച്ചാ പറ. ഭയങ്കര ഇതില് ഞാൻ പൊക്കിയെന്ന് പറഞ്ഞ് എടുത്തതാണ് ഗൈസ്. തെറ്റിപ്പോച്ച്. ഓക്കെ, ഇനി അടുത്ത സ്ഥലം കണ്ടിട്ട് വരാം, കണ്ടുപിടിച്ചിട്ട് വരാം. ഓക്കെ. കടലിന്റെ സൈഡിൽ എന്തിനാണെന്ന് തോന്നുന്നു കോപ്പി അടിച്ച്. ഞാൻ ഇതുവരെയും ചെയ്ത കൊച്ചിന്റെ കടലിന്റെ സൈഡിൽ കൊണ്ടുവരാൻ നേരത്ത് മഴ ആയോണ്ടില്ല അവിടെ വെച്ച് ഇതല്ലേ ഞാനും ചെയ്തത്. കോപ്പി. കടലിന്റെ സൈഡിലല്ല, കടല് കഴിഞ്ഞില്ലേ? ഇങ്ങോട്ട് കടലാണ്. അയ്യേ, ഇത് കോപ്പി അടിച്ചടേ. എവിടെ? പയ്യന്മാര്. ഏത് പയ്യന്മാര്? കൂട്ടുകാരന്മാരാ? ഏത് കൂട്ടുകാരന്മാര്? 2 കൂട്ടുകാരന്മാരുണ്ട് ഇവിടെ. വിമാനത്താവളത്തിലേക്ക് പോകുന്നു. തിരുവനന്തപുരം. ഇതെവിടാ? എയർപോർട്ടാ? ബീച്ചാ. ഇതേത് എയർപോർട്ട്? അവിടെ പോയി. ഇത്
എയർപോർട്ട്? ഇത് ഏത് എയർപോർട്ട്? ഇതാണ് എയർപോർട്ട്. പണ്ടത്തെ എയർപോർട്ടാണ്. പണ്ടത്തെ എയർപോർട്ടാണ്, ഇപ്പോഴത്തെ എയർപോർട്ടാണ്. ഇപ്പോഴത്തെ എയർപോർട്ട് ഇതല്ല. പിന്നെ ഏത്? നമ്മൾ ഈ എയർപോർട്ടിലാ വരുന്ന. അല്ല, വേറെ സർപ്രൈസ്. ഒരാൾ വരുന്നുണ്ട്. ആര്? This is my birthday gift. We are flying to Dubai. Okay? ടിക്കറ്റ് എടുത്ത് നോക്ക് നാച്ചി. നാച്ചി തുറന്ന് നോക്ക് നാച്ചി. ഐഷു ഷിഹാബാണ് നാസിഫ് എന്നൻ. ഫ്ലൈറ്റ് നമ്പർ 1655. കമോൺ ബേബി. ഇറങ്ങ്. ചാർജ് ഇറക്കിയിട്ട് ഇറങ്ങ്. പ്രാങ്ക് അല്ല, ഇറങ്ങ്. പ്രാങ്ക് പറ്റിച്ചേ. ഞാൻ വായിച്ചില്ല. നോക്കട്ടെ ഗൈസ്, ഇവിടെ ആരോ വരുന്നുണ്ട്. എന്തോന്നാണ് പരിപാടി നാച്ചി? എന്ത് അത് നോക്കട്ടെ. ഇനി അടുത്താണ്. ഞാൻ അത് കണ്ടില്ല. നോക്കട്ടെ അതെന്തോന്ന് നോക്കട്ടെ. നമ്മൾ തിരുവനന്തപുരം എയർപോർട്ട്. ഇത് പണ്ടത്തെ എയർപോർട്ടാണല്ലേ? പണ്ടത്തെ എയർപോർട്ടല്ലേ? ഇതല്ലല്ലോ പുതിയത്. എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. ദാ ഇവിടെ വന്ന് നിൽക്കുന്നു. ഇത് എവിടെ പോകണമോ എന്തോ. എവിടെ പോണെന്ന് നീ ഒന്നും അറിയണ്ട. ആരെങ്കിലും ഇപ്പൊ ഒരാള് എനിക്ക് പരിചയമുള്ള ഒരാൾ നീ വരും. ആരെ വിളിക്കാൻ വന്നപ്പം? നീ വാടേ. എന്തായാലും അങ്ങോട്ട് ചെന്നിട്ട് നോക്കാം. എന്താണ് ഇപ്പൊ എക്സൈറ്റ്മെന്റ് ആയോ? കുറച്ചായോ? സത്യം. അങ്ങനെ വി ആർ ഗെറ്റിംഗ് ഇൻ ദ എയർപോർട്ട്. എൻട്രി ചെയ്തിരിക്കുന്നു. എവിടെ പോണാ? ദുബായ്. പിടി. ഇതിന്റെ അകത്ത് എന്തൊരു വയറുണ്ടോ? പരിപാടിയുണ്ട്. എന്റെ പൊന്നേ, നമ്മൾ എയർപോർട്ടിനകത്ത് കേറി ഗൈസ്. എന്റെ റബ്ബേ. നാച്ചി എനിക്കറിയാൻ വയ്യ. ഈ കൊച്ചെന്തിനീ കാണിക്കും? ഞങ്ങൾക്ക് ഇവിടെ നില്ല് പറ. ഇനിയെങ്കിലും പറയാനോ? ഇവിടെ എവിടെ പോണേ? ബർത്ത്ഡേ നിനക്ക് ട്രീറ്റ്. കൈ ഉറങ്ങുന്നു. അത് ഞെട്ടിത്തരിച്ചിരിക്കുന്ന ഐഷുമ്മ. അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടിയോ? എനിക്ക് പറ. എനിക്ക് ദിസ് ഈസ് മൈ ബർത്ത്ഡേ ഗിഫ്റ്റ്. പോരെ? നെബുവിന് ആധാർ വേണം. ബർത്ത് സർട്ടിഫിക്കറ്റിൽ പറ്റൂല. ആധാർ കൂടെ ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. ഇപ്പം ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രം മതി. അതാണ് ഞാൻ നെബുവിനെ കൊണ്ടുവരാൻ പറ്റൂല. അപ്പോൾ മനസ്സിലായോ? അങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്ന എൻ്റെ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞത്. വിളിച്ചു പറ. അവിടെ ഇരിക്കുമ്പോൾ എവിടെ പോകണം? അങ്ങനെ ഫസ്റ്റ് ഫ്ലൈറ്റിലേക്ക് കാലെടുത്തുകയാണ്. കൊച്ചിന് ഇത് പറഞ്ഞിടായിരുന്നു. ഞാൻ ഇത് കല്യാണത്തിന് പറഞ്ഞിട്ട് പോകണമെങ്കിൽ സർപ്രൈസ് എന്ന് പറയാൻ പറ്റുമോ? ഞാൻ കല്യാണത്തിന് എല്ലാവരും എന്നെ തന്നെ നോക്കുന്നു. ഗൈസ്, ഒരു സംഭവം നടന്ന് പറയട്ടെ. അവിടെ അകത്ത് കയറിയിട്ട് പറയാം. അടിപൊളിയൊരു സംഭവമാണ്. വലത്തേക്കാലം വെച്ച് കയറി.
അങ്ങനെ ഇതാ ഫ്ലൈറ്റിലിരിക്കുന്നു ഗൈസ്. പറയൂ, എന്താണ് ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറിയിട്ട്? എനിക്ക് ഇപ്പോഴും വേറെ അറിയില്ല ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. വിറയ്ക്കാതെ പറ. വിറയ്ക്കുന്നല്ല, പക്ഷെ നെബൂനെ കൂടെ കൊണ്ടുവരാൻ. നെബൂനെ കൊണ്ടുവരത്തില്ല. അതാണ് അതല്ലോ ഈ സമയങ്ങളിൽ ഞാൻ നെബൂനെ കൊണ്ടുവരേണ്ടത് തന്നെ വിചാരിച്ചത്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറിയൊക്കെ ചെവിയൊക്കെ ഊതി ഇടങ്ങി ഒക്കെ പാടാണ്. എനിക്ക് ഒന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. വെൽക്കം. ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. താങ്ക് യു. അപ്പോൾ നമ്മൾ പറന്നിട്ട് വരാം. എനിക്ക് അതിൻ്റെ അകത്ത് കഥ പറഞ്ഞു ഓടിച്ചൊക്കെ ഇങ്ങനെ കയറിയപ്പോൾ ഏലസ് അടിച്ചപ്പോൾ ആ കഥയല്ല. ഈ ഡ്രസ്സ് എവിടെ നിന്ന് വാങ്ങിച്ചെന്ന് ഓടിച്ചൊക്കെ ഇരിക്കുന്നത് അവർ ചോദിച്ചു. ഡ്രസ്സ് എവിടെ നിന്ന് വാങ്ങിച്ചു? എൻ്റെ അടുത്ത് പോലീസ് ചോദിച്ചു ഈ ഡ്രസ്സ് എവിടെ നിന്ന്, നല്ല സെറ്റ് ഡ്രസ്സ് അവിടെ നിന്ന് വന്നപ്പോഴേ നമ്മൾ നോട്ട് ചെയ്തേക്കായിരുന്നു കട ഏത് എല്ലാം ചോദിച്ചപ്പോൾ ഞാൻ ടേക്ക് ഓഫ് ആരംഭിച്ചിരിക്കുന്നു. ഓക്കെ ഗൈസ്, ഒരു ചെവിയിൽ 2 പഞ്ഞി, മൂക്കിൽ 2 പഞ്ഞി വെച്ചാണ് ഗൈസ്. ഡേറ്റ് ഇന്നത്തെ തന്നെയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തിച്ചേർന്നിരിക്കുന്നു. ബാംഗ്ലൂർ എത്തി. എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ. നമ്മളിങ്ങനെ ബാംഗ്ലൂരുള്ള എയർപോർട്ടിൽ എത്തി. ഏതാണ് എയർപോർട്ടിന്റെ പേര്? കൊമ്പൈക്കൗഡ. ഓ അല്ല, എയർപോർട്ടിലെ കാര്യങ്ങൾ പറയുന്ന അജി. എയർപോർട്ടിലല്ല, 5 ദിവസത്തെ കാര്യം പറയാൻ. അയ്യോ ഞാനുണ്ടല്ലോ ചുമ്മാ ഞാനുണ്ടല്ലോ വന്ന് അവർ ചെക്ക് ചെയ്യൂലേ, കയറി വന്ന ഉടനെ അവരെൻ്റെ അടുത്ത് വെച്ച് ഈ ഡ്രസ്സ് എവിടെ നിന്ന് വാങ്ങിച്ചെന്ന് ഞാൻ പറഞ്ഞു. കൊല്ലം. എനിക്കാണെങ്കിൽ ടെൻഷൻ. കൊച്ചിനെ അല്ലെങ്കിൽ പറഞ്ഞുവിടായിരുന്നു. അല്ല, ഈ ഡ്രസ്സ് വേണ്ടെന്നെങ്കിലും പറഞ്ഞുവിടായിരുന്നു. അവർ ഡ്രസ്സ് ഇത് കണ്ടിട്ട് കളിയാക്കി ചോദിച്ചല്ല, അവർക്ക് ഇഷ്ടപ്പെട്ടു. 2 പോലീസുകാരിയൊക്കെ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് നല്ല ഡ്രസ്സ് സെറ്റോടെയാണ്, കട എവിടെയെന്നൊക്കെ ചോദിച്ചു, വാങ്ങിച്ചത് എവിടെ നിന്നൊക്കെ. അപ്പം ഞാൻ അല്ല, അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് ഇത്ര ടെൻഷൻ ഉണ്ട്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അവർ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം ഞാൻ വിക്കിയാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് വെച്ച് ഇത്ര അങ്ങനെ പറയട്ടെ എന്തോന്ന് എന്നെ എവിടെ നിർത്തി. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് ടെൻഷൻ എന്തിത്ര. അപ്പോൾ ഞാൻ പറഞ്ഞു ടെൻഷനല്ല, എവിടെയാണ് പോകണമെന്നൊന്നും അറിഞ്ഞുകൂടാ, ഞങ്ങൾ ഈ വെളിയിലെത്തിയില്ലേ, വെളിയിൽ ചെന്നിട്ട് പറയാം, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഗൈസ് പറയട്ടെ. അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ച് ഇത്ര ടെൻഷൻ. ഞാൻ പറഞ്ഞു ടെൻഷനല്ല,
ഹസ്ബൻഡ് പറയാതെയാണ് എവിടെ പോകണമെന്ന് അറിയാൻ വയ്യ. ഇപ്പോൾ കയറിയപ്പോഴാണ് ടിക്കറ്റ് ഇങ്ങനെ കയ്യിലെടുത്ത് തന്നേന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നു ലക്കി വൈഫാണല്ലോ, ആ ഹസ്ബൻഡിനെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ 2 പോലീസുകാരികൾ എൻ്റെ അവിടെ ഇറങ്ങി വെളിയിൽ വന്ന് നാച്ചിയെ കാണാൻ. ഓ എനിക്ക് വയ്യ. ആ പറ, പോലീസുകാരികൾ വന്ന് കണ്ടപ്പോൾ എന്തോന്ന് തോന്നി? ആ ഹസ്ബൻഡിനെ നമുക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് അകത്തുനിന്ന് വെളിയിൽ വന്ന് നാച്ചിയെ കാണാൻ. അങ്ങനെ പിന്നെ കണ്ട് നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് വന്ന. നല്ല 2 പോലീസുകാരികളായിരുന്നു. എൻ്റെ പൊന്നോ, ഇതെന്തോ നാച്ചി, സൂപ്പർ അല്ലേ, അടിപൊളി തന്നെ ഗൈസ്. ബാംഗ്ലൂർ എയർപോർട്ട് ഒരു രക്ഷയില്ല, നല്ല ഭംഗി കാണാൻ. എയർപോർട്ട് തന്നെ 1 മണിക്കൂർ കൂടുതലുണ്ട് കാണാനല്ലേ, നല്ല രസമുണ്ട്. ഇലക്ട്രിക് സ്റ്റേഷൻ മെട്രോയിൽ കയറാം. എന്തെല്ലാം പറഞ്ഞ അവൻ പറഞ്ഞ കണക്കാണ് നമ്മളങ്ങനെ അയ്യോ സ്പീക്കറിൽ കുത്തിപ്പിടിച്ചാണെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പൊക്കോണ്ടിരിക്കും. അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. നമുക്കിനി തിരിച്ച് റിട്ടേൺ ഫ്ലൈറ്റ് രാത്രി 11 മണി. എനിക്ക് 12 മണിക്ക് നിൻ്റെ ബർത്ത്ഡേ ആകുമ്പോൾ നമ്മൾ ആകാശത്തായിരിക്കും. ആകാശത്ത് വെച്ചൊരു ബർത്ത്ഡേ, സ്വപ്നങ്ങളിൽ മാത്രം. ഇങ്ങനെ ഞാൻ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്ലൈറ്റ് കയറാനുള്ള ആഗ്രഹം. കേക്ക് നമുക്ക് അവിടെ സാൻഡ്വിച്ച് തരുമ്പോൾ സാൻഡ്വിച്ച് പോയി ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ എയർ ഹോസ് പറയിക്കും, ഫ്ലൈറ്റിൽ മൈയോട് പറയും നമ്മൾ ബാംഗ്ലൂരിൽ നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ അല്ലേ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വരാനും തീരുമാനിച്ചു. അണ്ണാ പോയി കണ്ടിട്ട് ബാംഗ്ലൂരിൽ കാരണം അണ്ണ ഉണ്ട്, രംഗണ്ണ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അണ്ണനെ കണ്ടിട്ട് വരായിരുന്നു. അണ്ണൻ്റെ ബാംഗ്ലൂരുടെ അപ്പോൾ ഗൈസ് ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തെത്തിയിട്ട് കാണാം. പോസ്റ്റ് ഗൈസ്. ഓ എന്തൊരു തിരക്കല്ലേ ബാംഗ്ലൂരൊക്കെ. ബ്ലോക്കെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ബ്ലോക്ക്. നാളെയൊക്കെ അവധിയാണല്ലേ, അതുകൊണ്ടാണ് ഇത്ര ബ്ലോക്ക്. കാണിച്ചില്ല അവിടെ. എനിക്കാണെങ്കിൽ തലവേദന ഗൈസ്, ചെറിയ തലവേദന ഗൈസ്. എനിക്ക് ടീ കുടിച്ചില്ലെങ്കിൽ തലവേദന ഇല്ല നാച്ചി. എനിക്ക് ചായ കുടിക്കാതെ ഇല്ലായിരുന്നോ? നോക്കൂ. ചായ കുടിച്ചു. ഇല്ലാത്തടത്തോട്ടാണ് നമുക്ക് എറണാകുളത്തേക്ക് 6000 രൂപ, കാറിൽ പോണേ 2000 രൂപ.
ഗൈസ് നമ്മൾ വീണ്ടും എയർപോർട്ടിനുള്ളിൽ കയറി. തിരിച്ച് വരാനായിട്ട് 15 മിനിറ്റ് ഫ്ലൈറ്റ് ഡിലേ അല്ലേ? 25. ഓ ആ, ഞാൻ ഈ സൈഡാണ് പറഞ്ഞത്. അയ്യോ, എനിക്ക് പേടിയാവുന്ന ചേച്ചി. ഫ്ലൈറ്റ് ഡിലേ ഇല്ലേ? ബർത്ത്ഡേ ട്രിപ്പ് സൂപ്പറായിരുന്നു. താങ്ക് യു സോ മച്ച്. പറയട്ടെ, ആകെ ഒരു വിഷമേ ഉള്ളു. എന്താണെന്ന് പറയാമോ? വേറൊരു വിഷമം കൂടെ ഉണ്ടെങ്കിൽ തിരിച്ചു പോകണം. അല്ല, പറയാമോ എന്തിനാണ് വിഷമമെന്ന്? പറ. ഒരു വിഷമം മാത്രമേ. അയ്യ, അതുമല്ല. ഞാൻ ഈ ഡ്രസ്സാണ് വിഷമം. എല്ലാവരും ഇവിടെ ജീൻസും ടോപ്പും ഇട്ടോണ്ടിരിക്കുന്നു. ഐശ്വര്യ മാത്രം ജീൻസും ടോപ്പ് ഇടാൻ പറ്റാത്തതിന്റെ വിഷമം. കൂളിംഗ് ഗ്ലാസ് വരാം. നീ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ പക്ഷേ ഈ ചുരിദാർ കൊള്ളാൻ കേട്ടാ. ഇനി ഇതിട്ടേക്കണോണ്ട് നോക്കുന്നതാണ് എനിക്കറിയാൻ വയ്യ. എല്ലാരും നാച്ചി എന്നെ ഓരോരുത്തരെ വിളിച്ച് നാച്ചി ഇങ്ങനെ ഞോണ്ട്, നിന്നെ നോക്കുന്നത് അവര് ചുരിദാറായിരിക്കും നോക്കുന്നല്ലേ. അവര് ബാംഗ്ലൂര് എല്ലാരും നോക്കിട്ട് കല്യാണം ഉണ്ടോ? എനിക്കതാണ് ഏറ്റവും വലിയൊരിത്. ബാംഗ്ലൂർ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ബർത്ത്ഡേ ആണ് ഗൈസ് ഇത്. എനിക്ക് ഒരു വലിയ ആഗ്രഹം എൻ്റെ നാച്ചി നിറവേറ്റി തന്നു. ഫ്ലൈറ്റ് കയറണമെന്നുള്ള ആഗ്രഹമായിരുന്നു. നാച്ചി അത് നിറവേറ്റി. ഏതാഗ്രഹം? ഗിഫ്റ്റ് വാങ്ങുന്നില്ല. ബർത്ത്ഡേക്ക് ഇപ്പൊ ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ച് അത് നാളെ കേക്ക് മുറിക്കപ്പോൾ തരാം. സർപ്രൈസ് ആയിട്ടെ. പിന്നെ അല്ല ഇത് വേറൊരു ആഗ്രഹം കൂടെ പറഞ്ഞായിരുന്നു ബർത്ത്ഡേക്ക്. അല്ല, ഇത് ഈ ആഗ്രഹം ഈ ബർത്ത്ഡേക്ക് വേണ്ടി പറഞ്ഞതല്ല, കുറെ നാളുകളായിട്ട് പറയുന്നു. ഗൾഫിൽ പോകണം, എനിക്ക് ഫ്ലൈറ്റിൽ കയറി പോകാൻ വയ്യെന്ന്. ഗൾഫിൽ പോകാൻ വേണ്ടിയല്ല, അല്ലാതെ ഞാൻ ഫ്ലൈറ്റിൽ കയറാം. എങ്കിലും ഗൾഫിൽ പോകണം. എന്നെ നച്ചിക്ക് ഗൾഫിൽ പോണത് ഇഷ്ടമല്ല ഗൈസ്. അങ്ങനെ ബാക്കി പറയട്ടെ. ഇനി വേറൊരു ആഗ്രഹം കൂടെ പറഞ്ഞിട്ടുണ്ട്, അതും ഇൻഷാ അല്ലാ. അങ്ങനെ ഗൈസ്. പക്ഷെ ഒരിക്കലും ഞാൻ മറക്കൂല ഗൈസ്. എനിക്ക് മറക്കാൻ പറ്റാത്ത ബർത്ത്ഡേ ആണ്. ഞാൻ ഇങ്ങനെ ഞെട്ടിയിട്ടില്ല അല്ലേ. എന്റെ കൈയിടന്ന് ഞെട്ടിച്ചു. നീ വിചാരിച്ച് പടക്കം പൊട്ടിച്ച് ഞെട്ടിക്കും. സത്യം, അതാണ് സത്യം. ഞാൻ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. എന്തെങ്കിലും ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. ബർത്ത്ഡേയിൽ അലങ്കരിച്ച് വെക്കും. ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. ഞാൻ മിനുക്കം ബാഗൊക്കെ തൂക്കിക്കൊണ്ടാണ് വന്നത്. കൊച്ചിനെന്ത് വെച്ച് വലിയ കമ്മലൊക്കെ എടുത്ത് ഇട്ടപ്പോ പോലും പറഞ്ഞില്ല ഈ കൊച്ചു. എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കാത്തു നിൽക്കുകയാണ് ഗൈസ്. ഇനി അവിടെ കയറിയിട്ട് ബാക്കി വിശേഷം. ഓക്കെ ഗൈസ്, നമ്മൾ ഫ്ലൈറ്റ് വന്നു ഗൈസ്. സംഭവം തന്നെ അല്ലേ ഇതൊക്കെ അല്ലേ കൊണ്ടുവയ്ക്കുന്നതൊക്കെയാണ്. നമ്മൾ അതിൻ്റെ കൂടെയാണ് നടന്നു പോകണേണ്ട. ആരാ എന്തോല്ലേ ഇതൊക്കെ കണ്ടുപിടിച്ചത്?
ആരാണ് സീരിയസ് ആരാ അതിന്റെ മുതലാളി? ഭയങ്കര സംഭവം തന്നെ അല്ലേ? അത് അടയുന്ന നോക്കിയാണ് അല്ലേ? കടഞ്ഞു വേറെ ഒരു ഫ്ലൈറ്റ് വന്നിട്ടില്ലല്ലോ. ആ ദോ കിടക്കണം, ദോ പോണറെണ്ണ. നമ്മൾ ഫ്ലൈറ്റ് കയറി. ഫ്ലൈറ്റ് അരമണിക്കൂർ ഡിലേ ആയിരുന്നല്ലേ? ഡിലേ ആയിരുന്നു. അപ്പോൾ 12 മണി 12:20 നമ്മൾ ആകാശത്ത് 12:20 12:20 ലാൻഡ് ആവും. 12:20 ഒരു 1:10 ലേറ്റായി ഗൈസ്. അപ്പം നമുക്ക് ബർത്ത്ഡേ ആകാശത്ത് വെച്ച് പറയാം അല്ലേ? അതെ. ഞാച്ചിയുടെ സീറ്റ് എൻ്റെ സീറ്റ് മാറിപ്പോയി. ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കില്ല. പിന്നെ ഇവിടെ വന്നൊരു ബ്രദർ മാരത്തം പാവം. എന്തിനാച്ച മിണ്ടാത്ത എല്ലാം പറ. എന്ത് മിണ്ടാത്ത? ഞാൻ വിട്ടു. എൻ്റെ സീറ്റ് യുദ്ധത്തിനോടാണ് കിടന്നിട്ട് ഇനി എന്ത് ചെയ്യാൻ പോണു? എന്ത് ചെയ്യാൻ പോണു? സ്പൂൺ മാത്രം സ്പൂൺ മാത്രം മതി. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട്? പരിപ്പ്
सज्जनों कुछ ही देर में हम लैंड करेंगे। समय संचालन का प्रयोग किया जा सकता है। कुर्सी की पेटी का संकेत शुरू होने के बाद संचालन का प्रयोग वंचित होगा। धन्यवाद। Ladies and gentlemen, we are landing shortly. We steer the Navigator on the seatbelt sign is turned on. Thank you. हमारे नोडल ऑफिसर और डीजीसी की कॉन्टैक्ट डिटेल्स की जानकारी के लिए हमारी वेबसाइट sara.com पर हमसे संपर्क करें। धन्यवाद। May I have attention please? നമ്മളങ്ങനെ വീണ്ടും തിരുവനന്തപുരത്തെത്തില്ല. ഇതാണ് പഴയ എയർപോർട്ട്. മറന്നുപോയി ഞാൻ. ഗൈസ് നമ്മൾ തിരിച്ചെത്തി. ഞങ്ങളെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നമ്മളെ ഫ്ലൈറ്റ് എടുത്ത് ഗൈസ് നമ്മൾ വീട്ടിലോട്ട് പോണു. അയ്യോ എൻ്റെ ഉറങ്ങി കഷ്ടം. നമ്മൾ അടുത്ത ഫ്ലൈറ്റിൽ കയറുമ്പോൾ നമ്മുടെ കൂടെ നെബു ഉണ്ടായിരിക്കും ഇൻഷാ അല്ലാ. അത് നമ്മൾ ദുബായിൽ പോവും. ദുബായ് അല്ലേ? പോവില്ലേ? ഇൻഷാ അല്ലാ. ഞാച്ചിക്കാണെങ്കിൽ ഗൾഫിൽ പോണത് ഇഷ്ടേയല്ല. ഇല്ല ഞാച്ചി വിസിറ്റിങ്ങിന് പോവാം, അല്ലാതെ നാച്ചിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റിൽ കയറണമെന്നുള്ള ആഗ്രഹവും നടന്നു. വല്ലാത്ത സർപ്രൈസ് ആയിരുന്നു ഗൈസ്. ഒട്ടും മനസ്സിലെ നില സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ആയിരിക്കും. ഫുൾ ക്രെഡിറ്റ് താങ്കൾക്ക് ഇടുവാണ് കേട്ടോ. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു സത്യം. ഞാൻ ഞെട്ടിത്തരിച്ച്. എന്നിട്ട് ദുബായിലെന്നും കൂടെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിശ്വാസം വന്നില്ല. കാര്യം നെബുവിനെ കൊണ്ടുപോകണില്ലല്ലോ. നെബു ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് വിശ്വസിച്ചേനെ. എന്തായാലും മനസ്സ് നിറഞ്ഞു. ഗൂഗിൾ പേ ഇനി നേരെ വീട്ടിലോട്ട് ഗൈസ്. അപ്പം അങ്ങനെ എൻ്റെ ഇന്നത്തെ ബർത്ത്ഡേ
ഒരു സംഭവമായി മാറി എൻ്റെ മനസ്സിൽ. ഇനി ഞാൻ മറക്കൂല. ഇനി നേരെ വീട്ടിലോട്ട് ഗായ്സ്. എന്തായാലും ഭയങ്കര സന്തോഷം. പടച്ചവന് നന്ദി. അല്ലാഹുവേ, ഒരു വർഷം കൂടെ തന്നു. ഇനി ഒരുപാട് വർഷം ജീവിക്കാൻ പഠിച്ചാൽ അനുഗ്രഹം നൽകട്ടെ. ആമീൻ ആമീൻ. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് ഗായ്സ്. ഓക്കെ, ഞങ്ങളുടെ വീഡിയോ. അയ്യോ, കഴിക്കണോ ഇനി കഴിക്കണോ? അപ്പോൾ ഓക്കെ ഗായ്സ്, ഇനി കഴിച്ചിട്ട് വീട്ടിലോട്ട് പോവാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്, ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആണ്ടിലൊരിക്കലാണ് വീഡിയോ ഇടുന്നത്. നമ്മളെ സന്തോഷങ്ങളൊക്കെ നമ്മൾ ഇടും അല്ലേ? ദുഃഖങ്ങൾ ഇടൂല. ദുഃഖങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ അല്ലേ? സന്തോഷങ്ങൾ മാത്രമല്ലേ നമ്മൾ ഷെയർ ചെയ്യുള്ളൂ. ദുഃഖങ്ങളൊന്നും നമ്മൾ ഷെയർ ചെയ്യാറില്ലല്ലോ. ദുഃഖങ്ങളോട് ഷെയർ ചെയ്യണം. ഓ ശരി സാർ. എന്നാലും നമ്മുടെ ഈ സന്തോഷങ്ങളൊന്നും നമ്മൾ, എല്ലാ സന്തോഷങ്ങളും നമ്മൾ ഷെയർ ചെയ്യാന്നല്ല, നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള, പിന്നെ നമുക്ക് എടുത്ത് കാണാമല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഓക്കെ.